അപ്പം ഞാൻ പറയാതിരിക്കാൻ നിവൃത്തിയിൽ എനിക്ക് ബോധ്യമുണ്ട്, എനിക്കറിയാം വിവാഹിതയാണ്, അവരൊന്നിച്ച് താമസിച്ചിട്ടുണ്ട്, ഒന്നിച്ച് കിടന്നിട്ടുണ്ട്, അതിനുശേഷം ഇത്രയും കാലമുണ്ട്, തിരുവനന്തപുരത്ത് വെച്ച കല്യാണം. പുള്ളിക്ക് ഇത് എവിടെ എന്തോ ഏതാ എന്നതിനെ പറ്റി അതായത് ഇയാളെ ഇപ്പൊ ഈ വിഷയം ഒതുങ്ങി ഏതാണ്ട് അവിടെ പ്രവർത്തനമൊക്കെ വന്നു, CPM അവരുടെ പണിക്ക് പോയി, BJP അവരുടെ പണിക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും താണ്ട് എടുത്തുകൊണ്ട് വന്നേക്കുന്നു വേറെ വീടിന്റെ പരാതിയായിട്ട്. ഇപ്പൊ പരാതി കൊണ്ട് ഇതുവരെ പരാതി ഇല്ലെന്നല്ലേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തല്ലോ. ഇനി പരാതി ഒക്കെ പുറകിൽ നടക്കുന്ന നടപടിക്രമങ്ങളെ പറ്റി നമുക്ക് പറയേണ്ട കാര്യം, ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. സംഭവം പരാതി ഉണ്ടോ, വീണ്ടും ലൈവായോ, ഇതിനകത്ത് വേറെ ആരെങ്കിലും ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ടോ, CPM ഇതിന്റെ പുറകിൽ ഉണ്ടോ എന്ന് പോലും എനിക്കറിയാം. ഞാൻ ഇതിന്റെ പുറകിലില്ല, പരാതി കൊടുത്ത് അന്വേഷിച്ച് പിടിച്ചോളാൻ പറഞ്ഞു, അല്ല അതിന്റെ പുറകില്ല. അപ്പൊ ഇതിനകത്ത് ഉള്ളത് വാരില്ല. ഇപ്പൊ അതിന്റെ പുറകിലുള്ളത് ബാക്കിയുള്ളവർ ഈ പെണ്ണിന്റെ കാര്യം ഏതെങ്കിലും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പുള്ളി പറഞ്ഞു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉണ്ണിത്താന്റെ പുറകെ ഇപ്പൊ ഉണ്ണിത്താനെ സൈബർ ആക്രമണം നടത്തിയപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു എന്നെ ഇനിയും പറഞ്ഞാൽ ഞാൻ പലതും തിരിച്ചു പറയും, എന്നെ ഇനി പറഞ്ഞാൽ ഞാൻ പലതും. കാരണം രാജ്മോഹൻ ഉണ്ണിത്താനും ഈ രാഘവമാങ്കൂടെ തമ്മിലുള്ള ബന്ധം അത്ര സുഖമല്ല. എന്നെ പറഞ്ഞാൽ എനിക്ക് പല പറയാം, ഞാൻ തിരിച്ചു പറയാം. അപ്പൊ എന്നെ ഉദ്യോഗിക്കാതിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവാ. ഇത് എവിടുന്നാണ് ഈ സൈബർ ആക്രമണം വരുന്നത് എന്നെ മറ്റേ പറ്റി. അപ്പൊ അതിനകത്തുനിന്ന് അയാൾ വേറെ വലിയ കാര്യം പറയുന്നുണ്ട്. കോൺഗ്രസിനകത്തെ ചേരിത്തിരിവ് വളരെ കൃത്യമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പറച്ചിലിനകത്തൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതുപോലുള്ളവനെ ഇതിനകത്ത് വേണ്ട, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പുറത്തു പോകണം. അപ്പൊ ഈ ഒരു ആക്കം കൂട്ടിയിട്ട് ആ സീറ്റ് എന്തുവായാലും അടുത്ത പ്രാവശ്യം മത്സര രംഗത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തുമെന്ന് പറയുമ്പോൾ അവിടേക്ക് ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട പേര്, ആ പേരിന്റെ കൂട്ടത്തിൽ അത് രാഹുലിനെ കൊണ്ട് പറയിക്കുന്നതും കൂടി പുള്ളിയുടെ ലക്ഷ്യമുണ്ട്. രാഹുൽ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ഈ വിഷയം ഇദ്ദേഹം പറയുന്ന പോലെ അവിടെ ഇല്ല ഇവിടെ ഇല്ല അല്ല, ആമയെ ചുടുവാണെങ്കിൽ മലത്തിയിട്ട് ചുടണേ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന പണിയാ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സന്ദീപ് വാര്യർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ശ്രീത്ത് പറയുന്ന വേറെ കാര്യമുണ്ട്. മരണപ്പെട്ട ബലാത്സംഗ ഇരയ്ക്ക് പോലും ആത്മാഭിമാനമുണ്ടെന്നും അവരെ അപമാനിക്കാനോ പേരുകൾ പുറത്തു പറയാനോ മാധ്യമങ്ങൾക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ അധികാരമില്ലെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സുപ്രീം കോടതി വിധിയെ പോലും ലംഘിക്കുന്ന രീതിയിലാണ് ഈ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും ലൈവായിട്ട് നിൽക്കണം, ഇയാൾ പെട്ടുപോകണം. അങ്ങനെ പെട്ടുപോയാൽ ഈ സീറ്റ് വേറെ ആർക്കുമല്ല എനിക്ക്. കാരണം സന്ദീപ് വാര്യരുടെ ആത്യന്തികമായ ലക്ഷ്യം പാലക്കാട് മത്സരിക്കുക എന്നുള്ളതാണല്ലോ. ഇതുവരെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗിന്റെ സഹായത്തോടെ എങ്ങനെയും ജയിക്കാം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്താന്നൊക്കെയാണ്. പക്ഷെ മലപ്പുറം പോലെ ഒരു ജില്ലയിൽ സന്ദീപ് വാര്യർക്ക് ഒരു സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് ഒരു സീറ്റ് നഷ്ടപ്പെടുക എന്നുള്ളത് അത് അവർ ചെയ്യില്ല. അപ്പൊ അതിനെക്കാട്ടി നല്ലത് അവരിപ്പോ കൈ എടുത്തിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് സന്ദീപ് വാര്യർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.